ഗബ്രിയും ഋഷിയും പവർ റൂമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പവർ റൂമിനകത്ത് കയറാൻ ഇനി 5 പേർ തമ്മിൽ മത്സരം നടക്കാൻ പോവുകയാണ്. ജാസ്മിൻ, ജിൻഡോ, സായി, സിജോ, നന്ദന ഇവർ 5 പേര് തമ്മിലുള്ള മത്സരത്തിന് ഒടുവിൽ വീട്ടിനകത്തെ പവർ റൂമിൽ കയറാൻ പോകുന്നത് നന്ദനയും സായിയാണ്. അത് ഇന്നലെ രാത്രി വന്ന പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇനി നോമിനേഷനുണ്ട്. ഇന്നും ക്ലോസ്ഡ് നോമിനേഷനാണ്. സിജോ കളി തുടങ്ങിയിരിക്കുകയാണ്. വീട്ടുകാരുടെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹിൻ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ 2 വോട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത അവർക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ പോവരുത് എന്നുള്ള ലെവൽ പറഞ്ഞു കൊടുക്കുന്നു. ഭൂകമ്പം ടാസ്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു ആഴ്ചയിൽ 4-5 ടാസ്ക് എന്നിട്ട് എത്ര ടാസ്ക് തോക്കുന്നു അത്രയും ആൾക്കാർ ഇറങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ സിജോ വ്യക്തമായിട്ട് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരതൊക്കെ കരുതി കൂട്ടിയിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ക്യാപ്റ്റൻ ബാൻഡ് കൈമാറി. ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് ക്യാപ്റ്റൻ ബാൻഡ് കൈമാറാൻ പറയുന്നു. ശ്രീതു റസ്മിന് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം ടാങ്കിൻ്റെ കലക്കി കുടിക്കുന്ന വെള്ളം എല്ലാവർക്കും വരുന്നു. ആ ടാങ്കിൻ്റെ വെള്ളം എല്ലാവരും കുടിക്കാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല. ക്യാപ്റ്റൻ മാത്രമാണ് കുടിക്കുന്നത്. അതിൻ്റെ ഒരു ടാസ്കിൻ്റെ ലെറ്ററൊക്കെ വായിക്കുന്നു. വേറെ കാര്യമൊന്നുമില്ല. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നത് പവർ ടീം കണ്ടിന്യൂസ് ആയിട്ട് 3-ാം ആഴ്ചയിലേക്ക് കയറുകയാണ്. പക്ഷേ സജീവ സാന്നിധ്യം ഇല്ല. പവർ ടീം ഇവിടെ ഇൻവിസിബിൾ ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് പവർ ടീമിൽ നിന്നും 2 പേര് പുറത്തേക്ക് ഇറങ്ങി അതിന് പകരം 2 പേര് അകത്തേക്ക് പോകണം. മറ്റ് 2 പേര്. അപ്പം നിങ്ങൾ ആരാണ് പോവേണ്ടതെന്നുള്ള ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയുന്നു. അങ്ങനെ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ ഗബ്രി പറയാണ്, എനിക്ക് പോയാലും കുഴപ്പമില്ല, നിന്നാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നിൽക്കണമെന്നുണ്ട്, പോയാലും പ്രോബ്ലം ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ സൈലൻ്റ് ആയിരുന്നു, പക്ഷേ ഈ ആഴ്ച കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ തന്നെ എന്തോന്നാണ് ഗബ്രി ഈ കാണിക്കുന്നത്? കാരണം ഗബ്രി എപ്പോഴും കാണിക്കാൻ പ്രേക്ഷകർക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് എനിക്ക് നോമിനേഷനെ പേടിയില്ല കേട്ടാ, പക്ഷേ എനിക്ക് പവർ റൂമിൽ നിൽക്കുകയും വേണം. പവർ റൂമിൽ നിൽക്കാൻ നേരത്തുള്ള ഗബ്രിയുടെ 4-5 ഡയലോഗുകളുണ്ട്. എനിക്കിവിടെ കുറേ കാര്യം ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്നും ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചു. ഈ ആഴ്ച എനിക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് പുറത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് നോമിനേഷൻ എനിക്ക് പേടിയൊന്നുമില്ല. എന്തിന് നോമിനേഷൻ മേടിക്കുന്നത്? എന്തിന്? വല്ല കാര്യമുണ്ട്? നോമിനേഷൻ എനിക്ക് പേടിയില്ല. ആലോ ഗബ്രിയുടെ ഗെയിം വെറും കൂതറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോമിനേഷനെ പേടിച്ച് പവർ റൂമിനകത്ത് എത്രാമത്തെ ആഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ഒന്നുകിൽ പവർ റൂമിൽ, അല്ലെങ്കിൽ ജാസ്മിൻ പവർ റൂമിൽ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ആക്കിയുള്ള പരിപാടി. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ശരണ്യ പറയാണ്, ഞാൻ പറയുന്നത് ഗബ്രി ഇതിൽ നിന്ന് പോകണം എന്നാണ്. കാരണം കുറേ നാളായി ഗബ്രി പവർ റൂമിൽ കയറി വാഴാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഗബ്രിയെ റിക്വസ്റ്റ് ചെയ്യാണ്, ഗബ്രി പോകണം. അപ്പം നീ സ്ട്രോങ് ആണ്. പിന്നെ ശ്രീ ചേച്ചിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശ്രീ ചേച്ചി നന്നായിട്ടുള്ള പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഋഷി പറയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഭരിക്കാൻ അറിയാവുന്ന ആൾക്കാർ വേണം പവർ റൂമിൽ ഇരിക്കാൻ വേണ്ടി. അപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം നിങ്ങളിവിടെ ലീഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ വേണം തുടരാൻ. അല്ലാതെ ഇത്ര നാൾ നിന്നു അത്ര ആൾ നിന്നു അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ അങ്ങനെ പറയണമെങ്കിൽ ശ്രീ ചേച്ചി ഒരുപാട് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ ചേച്ചി ഇവിടെ നിൽക്കണം. പിന്നെ ഗബ്രിയുടെ കാര്യമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ശരണ്യയുടെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. ഗബ്രിയും ഓക്കെ, ഞാൻ മാറാം, എനിക്ക് സമ്മതമാണ്, ഞാൻ മാറിക്കോളാം. ഋഷി പറയണം, എന്നെ കൊണ്ട് വരത്തില്ല, ഞാൻ മാറിക്കോളാം, പുറത്തുനിന്ന് ഞാൻ കളിക്കാം. 2 പേര് എന്തായാലും മാറണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പോൾ ശ്രീരേഖ പവർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ടീമിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ ആ ടീം സ്ട്രോങ് ആക്കാനുള്ള 2 പ്ലെയേഴ്സിനെയാണ് നമ്മൾ ഇറക്കി വിടുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അപ്പോൾ എല്ലാവരും ചേച്ചി അതുവരെയൊക്കെ ചിന്തിച്ചു, അതൊക്കെ വേറെ, പിന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഗബ്രി പറയാണ്, ശരണ്യ പറയണം, ഗബ്രി നീ നില്ലേ, നീയും ശ്രീ ചേച്ചിയും നില്ലേ, അല്ലെങ്കിൽ നീ പറ, നീ ഇപ്പോൾ ഋഷി സ്വമേധിയെ പോകാമെന്ന് പറയുന്നു, നീ ഇവിടെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിനക്കിവിടെ ഞാൻ നിൽക്കണോ ശ്രീ ചേച്ചി നിൽക്കണം? നമ്മൾ ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കാം. അപ്പോൾ ഗബ്രി പറയണം, നിങ്ങൾ 2 പേര് സ്ട്രോങ് ആണ്, നിങ്ങൾ 2 പേരും തന്നെ ഞാൻ പുറത്ത് പോയിക്കോളാം, പ്രോബ്ലം ഇല്ല, ഞാൻ പുറത്ത് പോയിക്കോളാം, ഞാൻ ഇത്ര ഡയലോഗ് അടിച്ചല്ലേ, എനിക്ക് ഒട്ടൊക്കെ കിട്ടാതിരിക്കില്ല, ഞാൻ പുറത്ത് പോയിക്കോളാം. അങ്ങനെ ഗബ്രി പറയണം, ഞാനും ഋഷിയും പുറത്ത് പോകാമെന്ന് പറയുന്നു. പുറത്ത് വന്ന് ഗബ്രിയും ഋഷിയും ഔട്ട് പവർ റൂമിൽ നിന്നും. ബിഗ് ബോസ് ഒക്കെയാണ് പവർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ പവർ കാണിക്കാനുള്ള റൂമാണ്. കഴിവുള്ള ആൾക്കാർ, പറ്റുന്ന വിശ്വാസമുള്ള ആൾക്കാർ എഴുന്നേക്കൂ പവർ റൂമിൽ പോകാൻ. ജാസ്മിൻ, ജാഫർ, ജിൻഡോ, നന്ദന, സിജോ, സായി ഇവർ 5 പേര് എഴുന്നേക്കാണ്. നമുക്ക് താല്പര്യമുണ്ട്, പവർ കാണിക്കാൻ, കുലുക്കി മറിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാണ്. അപ്പോൾ രതീഷ് ഒക്കെയാണ്, ബിഗ് ബോസ് എനിക്ക് പറ്റുമോ ബിഗ് ബോസ്? അപ്പോൾ ബിഗ് ബോസ് ആണ്, രതീഷ് നിങ്ങളിപ്പോൾ അതിഥിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് നടക്കും. രതീഷിനെ പിടിച്ച് നോക്കിക്കോ, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ അതിഥി പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും
കണ്ടസ്റ്റൻ്റ് ആക്കും. അപ്പോഴാണ് വീട്ടുകാർ ഷോക്ക് ആകാൻ പോകുന്നത്. ഇപ്പോൾ രതീഷിൻ്റെ അടുത്ത് ആരും ഒന്നും പറയണില്ല, മിണ്ടണില്ല. കാരണം രതീഷ് ഇവിടെ അതിഥിയാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അപ്പോൾ ഈ അതിഥി എപ്പോഴെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുമോ? കാരണം ഇതുവരെ ബിഗ് ബോസ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് രതീഷിനെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തിയിരിക്കണം. കാരണം രതീഷിനൂടെ കളിക്കാൻ പറ്റും. ഈ ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും ഇവരൊക്കെ രതീഷിൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ പുറത്തുനിന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് എന്ത് കാര്യം വേണോ ഗസ്റ്റിനോട് പറയാം. കാരണം ഗസ്റ്റ് ഇവരുടെ ഗെയിമിൻ്റെ പാർട്ടല്ല, ഒന്നും അവരെ ചെയ്യാനും പോകുന്നില്ല. അതേസമയം ഈ ഗസ്റ്റ് എപ്പോഴെങ്കിലും ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പൂട്ട് വീഴും. ജിൻഡോ ഗെയിം പ്ലാനും ഡിസ്കസ് എല്ലാം ഈ പറയുന്ന രതീഷിൻ്റെ അടുത്ത് ചെയ്തിട്ട് അവസാനം രതീഷ് ഇവിടുത്തെ വൈൽഡ് കാർഡായിട്ട് മാറാനുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇവരാരും അധികം അങ്ങോട്ട് രതീഷിനെ അടുപ്പിക്കുന്നില്ല. കാരണം അടുപ്പിച്ച് കഴിഞ്ഞ് അവസാനം ഇവൻ വൈൽഡ് കാർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വന്ന് പണി വീഴുമെന്നവർക്കറിയാം. അത് രതീഷ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ പറയുമ്പോൾ രതീഷ് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുത്തെ അതിഥിയാണ് എന്നതല്ലേ പറഞ്ഞത്. എന്നിട്ട് അഭിഷേക് ശ്രീകുമാറിനെ ചോദിക്കും, എടാ നീ എന്താ എഴുന്നേക്കാത്ത പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട്? അപ്പോൾ അഭിഷേക് ശ്രീകുമാർ, ഞാൻ 2 ആഴ്ച നോമിനേഷനിലുണ്ട്, ഈ ആഴ്ച കൊണ്ട് നമ്മുടെ എൻ്റെ ശിക്ഷാവിധി തീരത്തുള്ളൂ. പിന്നീട് ഗാർഡൻ ഏരിയയിൽ സിജോ, ശരണ്യ, അഭിഷേക് ശ്രീകുമാർ കുറച്ച് പേരവിടെ ഉണ്ട്. അവർ സംസാരിക്കുകയാണ്. സിജോ പറയാണ്, ഒന്നുകിൽ ഗബ്രി ഇപ്പം അതിനകത്ത് നിന്ന് ഇറങ്ങി എന്തിനാണ്? ജാസ്മിൻ എഴുന്നേറ്റ് കണ്ടില്ലേ? അപ്പോൾ ജാസ്മിൻ അതിനകത്ത് കയറാനുള്ള സകലമാന ഐഡിയ നോക്കും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ശരണ്യൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ജാസ്മിനെ കേട്ടൂല എന്നുള്ള ലെവലിൽ നമുക്ക് നോക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലെവലിൽ ഇരിക്കുവാണ്. എന്നിട്ട് സിജോ പറയണേ, ഓപ്പൺ നോമിനേഷനാണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് 2 വോട്ട് കിട്ടുമ്പോൾ അയാൾ നോമിനേഷനായേ, പിന്നെ അവരെ നോമിനേറ്റ് ചെയ്യാൻ പോവരുത്, വേറെ ആർക്കെങ്കിലും വോട്ട് കൊടുക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, കാരണം എല്ലാവരെയും നോമിനേഷനിൽ പെടുത്താം. 5 പേരെ പർട്ടിക്കുലർലി 5, 6 വോട്ട് കൊടുത്ത് നോമിനേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ എല്ലാവരും വരട്ടെ നോമിനേഷനിൽ. അപ്പോൾ സേഫ് ഗെയിമേഴ്സ് ഇറങ്ങും, സ്ട്രോങ് ആയിട്ടുള്ളവരവിടെ നിൽക്കും. അപ്പോൾ അത് ഈ സംഭവം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ, അവരെ ലിവിംഗ് റൂമിൽ വിളിക്കുന്നതിന് മുമ്പേ സിജോ ഋഷിയുടെ അടുത്തൊക്കെ ഇരുന്ന് കാര്യം പറയുന്നുണ്ട്. ചിലപ്പം ഈ ആഴ്ച 3-4 ടാസ്ക് ഒക്കെ തന്നിട്ട് ബിഗ് ബോസ് പറയും, എത്ര ടാസ്കിൽ തോക്കുന്നോ അത്രയും ആൾക്കാർ വീട്ടിൽ നിന്നും എവിക്റ്റ് ആവും. ഏത് തമിഴ് ബിഗ് ബോസ് സീസൺ 7 ഭൂകമ്പം ടാസ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് നടക്കും. അപ്പോൾ ഋഷി പറയണം, അങ്ങനെയാണെങ്കിൽ വീട് പിന്നെ അറിഞ്ഞാൽ മുറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും എന്നുള്ള ലെവലിൽ അവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഒരു ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്, ഗെയിം മോഡിലേക്ക് വന്നിട്ടുണ്ട്, ആക്റ്റീവായി വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനിയിപ്പോൾ ഉടനെ മിക്കവാറും ഇവർ തമ്മിലുള്ള ഡിബേറ്റ് ആയിരിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള, മിക്കവാറും ഇവർ തമ്മിലുള്ള ഒരു എന്തുകൊണ്ട് ഞാൻ പവർ റൂമിൽ വരാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹനല്ല എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രൊമോ രാവിലെ വന്നതിൽ ക്ലോസ്ഡ് നോമിനേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ആ സ്പോട്ടിൽ രതീഷിനെ പിടിച്ച്, നോമിനേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ രതീഷിനെ പിടിച്ച് ഇനിയിപ്പോൾ കണ്ടസ്റ്റൻ്റ് ആക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും രതീഷ് കണ്ടസ്റ്റൻ്റ് ആവുമെന്നാണ് തോന്നുന്നത്. കാരണം ഹോട്ട്സ്റ്റാറിലൊക്കെ പോൾ അവരിട്ടിട്ടുണ്ട്, രതീഷ് എത്ര നാൾ വീട്ടിൽ നിൽക്കണം, ഒരാഴ്ച, ഒരു ദിവസം, ഫിനാലെ വരെ എന്നെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. നോക്കാം ആരൊക്കെ നോമിനേഷനിൽ വരും എന്നുള്ളത് ലൈവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ടീമൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല, ടീമുകളൊക്കെ മാറുമില്ലേന്ന് അറിയത്തില്ല. പുറത്തിറങ്ങിയ ഋഷിയും ഗബ്രിയും ഏത് ടീമിൽ കയറുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂണായിട്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, ലൈവ് വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.